പണ്ട് നമ്മുടെ ടി വിയിലൊക്കെ സൺസിൽക്കിൻ്റെയും അതുപോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഒക്കെ പരസ്യം കാണുമ്പോഴേ അതിലത്തെ ചേച്ചിമാരുടെ നീളമാർന്ന കൂന്തൽ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് കേട്ടോ, ഇതുപോലത്തെ മുടിയൊക്കെ നമുക്ക് ലഭ്യമാണോ, ഇതൊക്കെ സാധ്യമാണോ, വെപ്പാണോ, ഇതൊക്കെ ഗ്രാഫിക്സ് ആണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ആ മുടിയിൽ നിന്ന് ഈ മുടിയിലേക്കുള്ള മാറ്റം വിദൂരമായിരുന്നില്ല. അപ്പം അതിൻ്റെ ജേണി നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അഡാറ് ചേഞ്ചിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടാ. ഞാനിപ്പോഴേ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ പ്രമാണിച്ചിട്ട് മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് ഷീലേച്ചിയുടെ അടുത്തേക്ക് വന്നത്. മുടിയൊക്കെ ഒന്ന് വെട്ടാൻ വെച്ചിട്ട് നിങ്ങളൊക്കെ ഇത്ര നീളമുള്ള മുടിയിൽ കണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇവിടെ വെച്ച് വിട്ടല്ലേ പതിവ്. അപ്പൊ ഞാൻ വിചാരിച്ചു മുടിയൊന്ന് വെട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഷീലേച്ചി പറഞ്ഞു മുടിയുടെ നമുക്ക് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആക്കാം, ബോട്ടോക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ആള് പറയാം, ആള് ഫുള്ള് സപ്പോർട്ട് തന്നെ, എനിക്ക് ഇത് സെറ്റ് ആവും എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എന്നാ പിന്നെ എന്തായാലും നിങ്ങൾക്കൊരു റിവ്യൂ കൂടി ആവും, എനിക്ക് ഒന്ന് കല്യാണത്തിന് ഒന്ന് കുട്ടപ്പത്തി ആവും ചെയ്യാമെന്ന് വിചാരിച്ചു. ഷീലേച്ചിനെ കുറെ നാളായിരുന്നു. ഷീലേച്ചിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഞാൻ എപ്പോഴും ചേച്ചിമാരാണ് എനിക്ക് ഇവിടെ ചെയ്തരാറ്. ഹായ് പറയാറുണ്ട്. ഹലോ, ഓർമ്മയുണ്ടോ ചോദിക്കാൻ? ഓർമ്മയുണ്ടല്ലേ, ഞാനിപ്പോഴും ഇവിടെ ഷീലേച്ചി ഞങ്ങളുടെ ഇവിടുത്തെ തലൂർത്തെ ആസ്ഥാന ബ്യൂട്ടീഷ്യനാണ്. അപ്പൊ ഞാൻ മുടിയൊന്ന് കാണിച്ചു കൊടുത്തത് ഷീലേച്ചി, ഇതാണ് എന്റെ മുടിയിട്ടാ. അപ്പോൾ മുടിയൊന്ന് വെട്ടാം, കല്യാണമൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. ത്രെഡൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ പിന്നെ മുടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബൊട്ടോക്സ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ്. ബൊട്ടോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അത് തന്നെയാണ് ബൊട്ടോക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രോട്ടീനാണ്. നമ്മുടെ മുടിക്ക് ഓരോ സ്ട്രൈറ്റൻ ചെയ്തിട്ടും അതുപോലെ കളർ ചെയ്തിട്ടൊക്കെ മോശമായിട്ടിരിക്കുകയാണ്, മുടിയുടെ അവസ്ഥ മോശമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബോട്ടോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഇതിലേക്ക് പ്രോട്ടീനും വിറ്റാമിനുകളൊക്കെ കയറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആർട്ടിഫിഷ്യലായിട്ട് അല്ലല്ല. നല്ലൊരു കാര്യമാണ് ബോട്ടോക്സ്, നല്ലതാണ്. എപ്പോഴും നമ്മൾ സ്ട്രൈറ്റ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ സ്മൂത്തൻ ചെയ്യുന്നത് പോലെയൊന്നും അല്ല. മുടി നമുക്ക് ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. അതെ, മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ്. ആർട്ടിഫിഷ്യലായിട്ട് നമ്മള് പ്രോട്ടീൻ നാനോപ്ലാസ്റ്റി എല്ലാം ഒരേ ഇതുപോലെ തന്നെ. പക്ഷെ എന്നാലും ബോട്ടോക്സ് അതിനേക്കാളും എല്ലാം വിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫൈബർ കൊടുക്കാണ് മുടിയിലേക്ക്. ഫൈബർ കൊടുക്കുമ്പോൾ മുടി തിരുമുടി കട്ടി വരും, ഇഴകൾക്ക് കട്ടി വരും. എങ്ങനെയുള്ള മുടിക്കും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ബോട്ടോക്സ്. പൊട്ടലൊക്കെ പറയും, ഇത്തിരി ഷൈനി ആയിട്ട് കിടക്കും. മോഡേൺ ലുക്കിലേക്ക് എത്തുന്നു. തുടങ്ങാട്ടെ. അപ്പൊ ഇതാണ് എന്റെ മുടി ഫൈനലി. ഇപ്പൊ ഓരോ ഭാഗത്തും കാണിച്ചേരാട്ടാ. തീരെ ഡസ്റ്റോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും പാടില്ല. അപ്പൊ നന്നായിട്ട് 2 പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്യേണ്ടി വരും. വാഷ് ചെയ്തിട്ട് വേണം പിന്നെ നമുക്ക് തുടങ്ങാൻ. വാഷ് ചെയ്യണ്ട. ശരി. ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ളൊരു സെറ്റപ്പിലല്ല പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിനും ഞാൻ ശ്രീകുട്ടനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള റിവ്യൂവും അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇന്നിപ്പോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പരിണതഫലം നമുക്ക് റിവീൽ ചെയ്യാം. ആക്ച്വലി ഇത് എൻ്റെ മുടി ഇങ്ങനെ കുറച്ച് നീളം വെച്ചിട്ടുണ്ടായിരുന്നു, കളർ ചെയ്തിട്ടുള്ള മുടിയായിരുന്നു, വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു ബൊട്ടോക്സ് എന്ന് പറയുന്നത് സ്ട്രൈറ്റനിങ്ങോ അല്ലെങ്കിൽ വേറെ പരിപാടികളൊന്നുമല്ല, ഒരു പ്രോട്ടീൻ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പുറത്തുനിന്ന് നല്ല വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മുടി കഴുകുകയാണ് കേട്ടോ ആദ്യം തന്നെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ്ങും അതുപോലെ മുടി കട്ടിയാണ് മെയിനായിട്ട് വരാം. അതായത് ഇഴകൾക്ക് കട്ടി വരും, പെട്ടെന്ന് പൊട്ടി പോവില്ല, കൊഴിയില്ല, അഴിച്ചിട്ടാലൊക്കെ കാണാൻ നല്ല ഭംഗി. നല്ല ഭംഗി. സ്ട്രേറ്റ് ചെയ്യുന്ന പോലെയുള്ള മുഖച്ചായ മാറുന്ന പോലെയൊന്നും വരില്ല. സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ കോലനെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറുമെന്നൊരു വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വശത്തേക്ക് ഇതുവരെ ചിന്തിക്കാതിരുന്നത്. അപ്പം നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അത്ര റേറ്റ് വരുന്നത്. ലോറിയന്റെ, ഷ്വാർട്സ്കോഫിന്റെ, അതുപോലെ തന്നെ മെട്രിക്സിന്റെ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ഈ ഒരു സ്ട്രെയിറ്റനിങ് ഉണ്ട് എന്നാണ് ചേച്ചി പറഞ്ഞത്. നമ്മൾ 7000 രൂപയുടെയാണ് ചെയ്തത് കേട്ടാ. അല്ല, നമ്മളിത് ആഫ്റ്റർ കെയർ എന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? നമ്മുടെ ഷാമ്പുകളൊക്കെ ഉണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന്റെ ഷാമ്പുകൾ തന്നുവിടും. 80% ഉണക്കിയാൽ മതി എന്നാ ഷീലിച്ച് പറഞ്ഞത്. അപ്പൊ മുടി ഇല്ലാണ്ട് ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. നമുക്ക് ആഫ്റ്റർ പ്രൊസീജിയർ കഴിയുമ്പോഴേ
അപ്പോൾ ഇനി ഡ്രൈ അടിക്കട്ടെ കേട്ടോ. ₹5000 നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് കേട്ടോ. മുടിയുടെ നീളം അനുസരിച്ച് അതിൻ്റെ പൈസയും കൂടി കൂടും. അപ്പോൾ എൻ്റെ മുടിക്ക് കുറച്ച് നീളം ഉണ്ടായിരുന്ന കാരണം നമ്മൾ ₹7000 പേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുടി ഇങ്ങനെ സെക്ഷൻ ആക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു 80% നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ്, പിന്നെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ഇത് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രലൈസറും പിന്നെ അതുപോലെ തന്നെ വേറെ 2 ക്രീമാണ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ബൊട്ടോക്സിൻ്റെ ക്രീം എന്ന് പറയുന്നത് ബൊട്ടോക്സ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നു തന്നെ ക്രീം ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കിതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളൊന്നും അറിയില്ല. ഏതെങ്കിലും ചേച്ചിമാർ ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ട് അതിൽ ആ ക്രീം വരട്ടിയിട്ട് ഇതിനെ മൊത്തത്തിലൊന്ന് എന്താ പറയുക സെറ്റാക്കി വെച്ചിട്ട് പിന്നെ 45 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ വിടുകയാണ്, ഒരു ക്ലിങ് റാപ്പിലൊക്കെ ഉപയോഗിച്ച് കെട്ടിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതാണ് ആ പരിപാടി എന്ന് പറയുന്നത്. ഇത് കുറച്ചധികം നേരത്തെ പരിപാടിയാണ്. അതാന്ന് തോന്നുന്നു ഈ ബൊട്ടോക്സ് ചെയ്യാനും സ്ട്രൈറ്റനിങ് ചെയ്യാനൊക്കെ കുറേ നേരം വേണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിനെ മൊത്തത്തിൽ ഇതാ പെരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2-3 ചേച്ചിമാർ കുറേ അപ്പുറത്തുപ്പുറത്തൊക്കെ നിന്ന് ചെയ്ത് കാരണം കൊണ്ട് നമ്മുടെ തലയിലത്തെ പരിപാടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഒട്ടും മാനേജബിൾ അല്ലാത്ത മുടി അല്ലെങ്കിൽ പാറി പറന്ന് നിൽക്കുന്ന മുടി, ഡാമേജ്ഡ് ആയിട്ടുള്ള മുടികൾ ഒക്കെ ഉള്ളവരാണ്, നിങ്ങൾ മുടി ഒരുപാട് സ്നേഹിക്കുന്നവരാണ്, സ്വന്തം ശരീരത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുതിരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ ബൊട്ടോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറില്ല, പിന്നെ ചൂല് പോലെ മുടി നിൽക്കണ ഒരവസ്ഥ വരില്ല. അപ്പോൾ പിന്നെ മുടിയല്ലേ, ഞാൻ വിചാരിച്ചു എനിക്ക് എന്ത് മുടിയിൽ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടാവാറില്ല, മുടിയല്ലേ പിന്നെയും വളർന്നോളും എന്നുള്ള ഒരു ചിന്താഗതിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഫൈനലി മുടിയൊക്കെ സെറ്റായിട്ട് ചേച്ചി ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിനെ മൊത്തത്തിലൊന്ന് പൊതിഞ്ഞ് കെട്ടാൻ പോവാണ് കേട്ടോ. ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് നമ്മുടെ ക്ലിങ് റാപ്പില്ലേ അതുകൊണ്ട് ഞാൻ കവർ ചെയ്ത് വയ്ക്കാം. $45 മിനിറ്റാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് വെക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ കുഞ്ഞൻ പോയിട്ട് ഒരു ക്ലീനപ്പ് ചെയ്തു. പിന്നെ മുഖത്തൊരു എന്താ പറയുക, ആളുടെ മുഖത്ത് അത്യാവശ്യം നല്ല പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. പ്രായത്തിൻ്റെയും ഹോർമോണൽ ചേഞ്ചസും വരുന്ന സമയമല്ലേ, അപ്പോൾ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അത് ശീലേജി ചെയ്തു കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഈ പരിപാടികളൊക്കെ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ കുറച്ച് നേരം നിന്നു കേട്ടോ. ഇത് നമ്മളൊരു 45 മിനിറ്റാണ് വെക്കേണ്ടത്. ശീലേജി പറഞ്ഞത് പണ്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഡേഞ്ചറസ് സ്മെല്ലായിരുന്നു അത്രേ, പണ്ട് ഇത് തുടങ്ങിയ സമയത്തൊക്കെ. ഇപ്പം അത് ഭയങ്കര ലൈറ്റായിട്ടുള്ള സ്മെല്ല് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഇങ്ങനെ തന്നെ ചെറിയൊരു ചൂടിലാണ് ഉണക്കിയിട്ടുണ്ടാവും. ശ്രീകുട്ടൻ പറയണത് വെൽഡ് ചെയ്യണ പോലെ ഉണ്ടായിരുന്നു അമ്മേരെ മുടിയിൽ നിന്ന് നിറച്ച് പുകയായിട്ട്. അവന് കണ്ടപ്പോൾ പേടിയായി. ഇത് ഇനി മൊത്തം വലിച്ചു നീട്ടി അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രെയിറ്റനിങ് ലെവൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി അത്യാവശ്യം നല്ല നീളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഡ്രിം ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെയോ കട്ട് ചെയ്ത കുറേ കോലത്തിലൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി ഒരുപാട് പേരെടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ, വിളിച്ച് ചോദിച്ചിരുന്നു ഉടനെ തന്നെ, ചേച്ചി ഇത് ചെയ്യുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ നമ്മുടെ സരിതേച്ചിയുടെ അടുത്തൊക്കെ ചോദിച്ചു കേട്ടോ, നമ്മുടെ അജുവേട്ടൻ്റെ സരിതേച്ചിയില്ലേ ചേച്ചി. അപ്പോൾ പറഞ്ഞാൽ നീ ചെയ്തോടി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര മാനേജബിൾ ആവും മുടി എന്നാണ് ചേച്ചി പറഞ്ഞത്. പിന്നെ നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിയുടെ അടുത്ത് ചോദിച്ചത് കുഴപ്പമില്ല നീ ചെയ്തോ എന്ന് പറഞ്ഞു. എനിക്ക് പേടിയായിരുന്നു ഇതിങ്ങനെ ആകെ വൃത്തികേടാവുമോ എന്നുള്ളത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗംഭീര ലുക്കായിടാ, കണ്ട നല്ല ഭംഗിയില് കാണാൻ. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞല്ലേ ശീലിച്ച് അയൺ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ പതുക്കുന്ന മുടി തണുത്ത് കഴിഞ്ഞാൽ നമുക്കിനി വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഷാമ്പും കണ്ടീഷണറാണ് ഉപയോഗിക്കുക. അപ്പോൾ സ്മൂത്തായി കിടക്കും. അത് കഴിഞ്ഞ് ഉണക്കി കഴിഞ്ഞാൽ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്. പിന്നെ 1 വർഷം വരെ അങ്ങനെയാണ്. നമുക്ക് ഏത് നേരം അല്ല എന്നും തല കുളിക്കണമെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡിന്റെ തന്നെ ഷാമ്പും കണ്ടീഷണറും ഉപയോഗിക്കാം. കൂടെ ലാസ്റ്റ് ചെയ്യും. വേറെ നമുക്ക് കെയറും കാര്യങ്ങളൊന്നും ഇല്ല.
അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് കഴുകി കളഞ്ഞ് ഇനി നമുക്ക് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ടാൽ മതി എന്നാണ് ഷീലേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ചെയ്തിട്ട് ഏകദേശം കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, സ്ട്രെയിറ്റൻ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെയോ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല മുടിയിൽ. ഇത് മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറവുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ബാക്കി റിസൾട്ട് നമുക്ക് പിന്നെ പറയാം. എന്നിട്ട് കണ്ടീഷണറും ഷാമ്പും കണ്ടീഷണറും ഇട്ട് കഴുകി. ഇനി നമ്മള് ഡ്രൈ ചെയ്യൂലേ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ട്രിം ചെയ്താലാണ് പറഞ്ഞത്. അങ്ങനെ ഫൈനലി നമ്മുടെ മുടിയൊക്കെ നമ്മൾ കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണക്കി എടുക്കുക വേണ്ടു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കാണിച്ചു തരാട്ടാ, ഇതിപ്പോൾ വരും. വന്നേ. ഇതല്ല, ഇതിന് ഉണങ്ങുമ്പോൾ വരുന്നതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. 1 വർഷം വരെ ഈ ഒരു ലുക്ക് നിലനിൽക്കും എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഇപ്പോൾ വരെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയിട്ട് ചൂലാവണതോ അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണ ഒരു കോലത്തിലൊന്നുമല്ല കിടക്കണത്. നല്ല മാനേജബിൾ ആണ്, നല്ല സ്മൂത്താണ് മുടി, സിൽക്കിയാണ് മുടി. അതാണ് ഇപ്പോൾ വരെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തല ഒന്ന് സ്പാ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എപ്പോഴും മുടി നല്ല മാനേജബിൾ ആയിട്ട് ഫീൽ ചെയ്യും. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് കണ്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭംഗി നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അയണും സ്ട്രെയിറ്റും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ എന്താ പറയുക, ഭയങ്കര മാനേജബിളും വേറൊരു ക്ലാസി ലുക്കിലേക്കും എത്തുന്നു മാത്രം നമ്മുടെ മുഖം. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഞ്ഞി ലുക്കിൽ നിന്ന് ഒരു ബിരിയാണി ലുക്കിലേക്ക് എത്തുന്നു മാത്രം. പക്ഷെ കഞ്ഞി ഇഷ്ടമുള്ളവർക്ക് ആ ലുക്കിൽ സ്റ്റക്ക് ഔൺ ചെയ്ത് എടുക്കാം. ഇനി ബിരിയാണി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ലുക്കിൽ സ്റ്റക്ക് ഔൺ ചെയ്ത് എടുക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് മുടിയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചേച്ചി ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് മുടി. അത് കഴിഞ്ഞ് നമ്മൾ സിറൊക്കെ ഒന്ന് പുരട്ടി അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷ്വാർട്സ്കോഫ് അതുപോലെ തന്നെ ലോറിയൽ അതൊക്കെ നല്ല കമ്പനിയാണെന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ നാൾ നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ ആ ഒരു ഈ ഒരു സ്ട്രെയിറ്റനിങ് ലെവല്. അപ്പോൾ നല്ല സിൽക്കി ആയിട്ടുള്ള സ്മൂത്തി ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺസിൽക്കിൻ്റെയും അതുപോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെയും ഈവൻ ഏത് ഷാമ്പൂവിൻ്റെയും പരസ്യത്തിൽ വരുന്ന ഒരു ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുടി. അപ്പോൾ ഇത് ഒരുപാട് കാലം നിലനിൽക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ നിങ്ങളോട് ഇത് കണ്ടു പറയേണ്ടി വരും. എന്നാലും ഞാൻ ചെയ്ത കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ നാച്ചുറൽ ആ ഒരു ഭംഗി പോണ ഒരു സംഭവം ഒന്നുമല്ല. കണ്ട, അപ്പോൾ ഇതാണ് നമ്മുടെ മുടി അത്രയും ഒരു സിൽക്കി സ്മൂത്തായിട്ട് ഒരു വേറെ ലുക്ക് തന്നെ നമ്മുടെ ഫേസിന് വരുന്ന രീതിയിൽ എത്തൂട്ടാ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഈ ലുക്കാണോ പഴയ ലുക്കാണോ ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തിട്ടുള്ള നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്തിട്ടുള്ളൂ. മുടി നന്നായിട്ട് കൊഴിച്ചിലൊക്കെ കുറയും. അതുപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ടുള്ള സ്മൂത്തി ആയിട്ടുള്ള പരസ്യത്തിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു മുടി വരാനും ഈ ഒരു ബോട്ടോക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെ, ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഫൈനലായിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇവിടെ ഉള്ളവരോട് ആദ്യം തന്നെ മോൻ തന്നെ പറഞ്ഞു നന്നായിട്ടുണ്ട്. നാടൻ ലുക്കിൽ നിന്നൊരു മോഡൽ ലുക്കിലേക്കൊക്കെ ആയോ? നമ്മുടെ ഹെയറിന്റെ ഓരോ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. നല്ല ബലം തോന്നിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ചെറിയൊരു ഏഴെടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടി പോണ പോലെ തോന്നുന്നുണ്ട്. പിടിച്ചത് ഇല്ലേ? ഓരോ ഇഴകൾക്കും ചേച്ചി ജീവൻ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഫൈനലായിട്ടുള്ള ലുക്കിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കും കേട്ടോ. ഇനി ഈ ലുക്കായിരുന്നു ഭംഗി, അതെ പഴയ ലുക്കായിരുന്നു ഭംഗി എന്നുള്ളത്. ഇതിപ്പോ മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ ത്രെഡ് ചെയ്ത് പോവാണ്. ബാക്കി അങ്ങനെ പോരുണ്ട് ശ്രീകുട്ടൊക്കെ. അപ്പൊ എനിക്ക് രാവിലെ ഒക്കെ എടുക്കുമ്പോ എങ്ങനെ കെട്ടു വെച്ച് മുടിയപ്പോ കുറച്ചുകൂടി ഇങ്ങനെ എടുത്തിട്ട് വെറുതെ ഒരു പുളിമട പടച്ചിട്ടാലും മതി അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇതാണല്ലോ ചെറിയൊരു മഞ്ജുവാരി ലുക്കൊക്കെ വന്നു. മഞ്ജുവാരി ചേച്ചി ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പൊ കണ്ട അപ്പൊ ഓക്കെ കേട്ടാ, സെറ്റായി. ഞാൻ ത്രെഡ് ചെയ്ത് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. Baby!
എടുക്കും മിനിമം. ഭാഗ്യ expression ഇട്, ഭാഗ്യ. ഞാൻ 8 പ്രാവശ്യം മാമ ഒരു വട്ടം കൂടെ എക്സ്പ്രഷൻ. ഭാഗ്യ മാത്രം expression ഇട്ടില്ലേ? ഭാഗ്യ എല്ലാരും കഴിഞ്ഞു. കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. അത്ര വേണ്ട. അപ്പത്തെ മുടി ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ഓള് പറയാലോ ഇപ്പൊ എങ്ങനെ ഭാഗ്യായി മാമ. ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. ഒന്നാമതെ കളറൊക്കെ വെച്ചിട്ട് വെച്ചിട്ട് ആകെ ഇപ്പോഴും കളറുണ്ട്. ഒരു കുതിരക്കൂട ഈസ് ഇങ്ങനെ Style ആയിരുന്നു. ഗർഭവതിയായിട്ടാ. ജീവിതം തന്നെ പോയി. ഭംഗിയുണ്ടോ? വാ, അമ്മ കേക്കണം. അയ്യോ വേണ്ട ഞാൻ എനിക്ക് പോട്ടെ. എത്ര നാളിങ്ങനെ എടുക്കും? അമ്മേരെ മുടിയല്ല അങ്ങോട്ട് തിരിയാനല്ല ഇങ്ങോട്ട് തരാൻ ഇങ്ങോട്ട് തിരിഞ്ഞേക്കാൻ പറയും. എന്തിനാ പറയണ്ടേ? വെള്ളം നനയ്ക്കാർന്നേ. സൂപ്പറായിട്ടെന്ന് പറയേ. അമ്മക്ക് ഇഷ്ടപ്പെട്ടോ അതൊന്ന് പറയാൻ പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞതാ ഇഷ്ടായിട്ടാ. ബാക്കി മോൻ പറയുന്നത് ആദ്യത്തെ മുടിയെ കാട്ടിലോ ആൾക്കറിയില്ല ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്ന അറിയില്ല തോന്നുന്നുണ്ട്. അതിന്റെ മുന്നിലിട്ടിട്ട് ആക്കല്ലട മോനെ നീ. അതെ ചേച്ചി വർത്താനം പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ എങ്ങനെയാണ് വർത്താനം പറയാട്ടാള് കേട്ടാ നിങ്ങള്? ചേച്ചി എന്റെ വീഡിയോയിൽ വർത്താനൊക്കെ പറയാറുണ്ട്. ഞാൻ ഇന്ന് എന്റെ ചേച്ചിയുടെ കൂടി കല്യാണം നമ്മുടെ കൊട്ടൂശിയാകുമ്പോ കുറ്റൂശിയാകുമ്പോഴേക്കും ഇങ്ങനെയാ. താമര വിരിഞ്ഞു. അയ്യോ ചേച്ചി BJP ആണോ? താമര അച്ഛാ പോട്ടെ അച്ഛാ. അപ്പൊ പിന്നെ മുറക്കാഴ്ചകളാണ് കണ്ടത്. പിറ്റേ ദിവസം ഞാൻ അനിയന്റെ കല്യാണത്തിന്റെ പുടവ കൊണ്ടുകൊടുക്കാൻ പോകുന്ന സമയത്ത് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് മുടി നിൽക്കുന്നുണ്ടായിരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം നമ്മൾ എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂല് പോലെ നിൽക്കണില്ലാത്ത ഒരവസ്ഥയിലെത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.